सही चुनाव लड़ लें, बैलेट पे लड़ लें। ബാലറ്റ് പേപ്പറിൽ മത്സരിക്കാൻ ബി.ജെ.പിക്ക് ധൈര്യമുണ്ടോ? हाथ देखा अमित शाह का कांपते हुए ऐसे देखा। അമിത്ഷായുടെ കൈകൾ വിറച്ചു. കാരണം അവർക്ക് അധികാരം പോകുമെന്ന പേടിയാണ്. आप नरेंद्र मोदी के इलेक्शन कमिश्नर नहीं हो। इस कानून को हम बदलेंगे और आपके खिलाफ एक्शन लेंगे। നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ കമ്മീഷണർമാരല്ലെന്ന് ഓർക്കുക. നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം ഞങ്ങൾ മാറ്റും. वोट चोर, वोट चोर। ഈ ശക്തമായ വാക്കുകൾ രാംലീല മൈതാനത്തെ വോട്ട് ചോരി റാലിയിൽ നിന്നുള്ളതാണ്. EVM-നെതിരെ നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചന നൽകിയാണ് കോൺഗ്രസ് ഈ റാലി നടത്തിയത്. ബി.ജെ.പിയെ ബാലറ്റ് പേപ്പറിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി വെല്ലുവിളിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഈ മൂന്ന് നേതാക്കളുടെയും പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാം. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയിലേക്ക് എത്താം. एक सही चुनाव लड़ लें, बैलेट पे लड़ लें, तो ये खुद जानते हैं कि कभी नहीं जीत पाएंगे। ബാലറ്റിൽ മത്സരിക്കാൻ ബി.ജെ.പിയെ വെല്ലുവിളിച്ച പ്രിയങ്ക തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെ കടുത്ത വിമർശനവും മുന്നോട്ട് വെച്ചു. आज आपको मायूस होने की जरूरत नहीं है कि बिहार का चुनाव हार गए, क्योंकि पूरा देश देख रहा है कि ये चोरी से जीतते हैं। आचार संहिता के समय 10-10 हजार रुपए आप पहुंचा रहे हो, कोई आपको रोक नहीं रहा है। चुनाव आयोग आंख बंद कर रहा है, आंख मूंद रहा है। तो अगर ये चुनाव चोरी नहीं है तो क्या है? ബീഹാർ തെരഞ്ഞെടുപ്പിൽ തോറ്റെന്ന് പറഞ്ഞ് നിരാശരാകേണ്ട ആവശ്യമില്ല. കാരണം ഇവർ മോഷണം നടത്തിയാണ് വിജയിക്കുന്നതെന്ന് രാജ്യം മുഴുവൻ കാണുന്നുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്ത് 10,000 രൂപ വീതം നൽകുന്നു. ആരും തടഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടയ്ക്കുന്നു. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മോഷണമല്ലെങ്കിൽ പിന്നെ എന്താണ്? संसद में मैं देखती हूं आत्मविश्वास घट गया है। आंखों में आंख मिलाकर नहीं देख पाते, सामने से गुजरते हैं तो यूं आंख झुका देते हैं। आत्मविश्वास कम हो गया है, घट गया है। अपने आप में विश्वास घट गया है, क्योंकि जनता का विश्वास भाजपा से, इनकी सरकार से, प्रधानमंत्री मोदी जी से, अमित शाह जी से सबसे हट चुका है। പാർലമെന്റിൽ കാണുമ്പോൾ അവർക്ക് ആത്മവിശ്വാസമില്ല. അവർ അസ്വസ്ഥരാണ്. കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയുന്നില്ല. മുന്നിലൂടെ നടന്നു പോകുമ്പോൾ തലകുനിക്കുന്നു. സ്വന്തം കാര്യത്തിലുള്ള വിശ്വാസം കുറഞ്ഞു. കാരണം ജനങ്ങളുടെ വിശ്വാസം ബി.ജെ.പിയിൽ നിന്നും, അവരുടെ സർക്കാരിൽ നിന്നും, പ്രധാനമന്ത്രി മോദിയിൽ നിന്നും, അമിത്ഷായിൽ നിന്നും അകന്നുപോയി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാതെ ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പ്രധാനപ്പെട്ട ആ 3 ഉദ്യോഗസ്ഥരുടെ പേരുകൾ നിങ്ങൾ ഓർക്കുക, ഒരിക്കലും മറക്കരുത്. കാരണം അവർ ജനാധിപത്യത്തെ ആക്രമിക്കുകയാണ്. ഒരു കാലത്തും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പ്രതിപക്ഷത്തിന് വിശ്വാസമില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വോട്ടർ പട്ടിക, പെരുമാറ്റച്ചട്ടം, പ്രചാരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, EVM ഫലം, ഇങ്ങനെ ഓരോ ചുവടും ഓരോ കാര്യവും അവർ സംശയാസ്പദമാക്കിയിരിക്കുകയാണ്. എല്ലാ സ്ഥാപനങ്ങളും സർക്കാരിന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണ് എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. RSS തലവൻ മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയെ മുൻനിർത്തിയാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം തുടങ്ങിയത്. सत्य को नहीं, शक्ति को देखता है। जिसके पास शक्ति है उसे माना जाता है। ये मोहन भागवत की सोच है, ये विचारधारा RSS की है। ലോകം സത്യത്തെയല്ല ശക്തിയെയാണ് കാണുന്നത് എന്നാണ് മോഹൻ ഭാഗവത് പറയുന്നത്. ആർക്കാണോ ശക്തിയുള്ളത് അവരെയാണ് അംഗീകരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് മോഹൻ ഭാഗവതിന്റെ ചിന്ത. ഇതാണ് RSSന്റെ പ്രത്യയശാസ്ത്രം. നമ്മുടെ പ്രത്യയശാസ്ത്രം, ഹിന്ദുസ്ഥാന്റെ പ്രത്യയശാസ്ത്രം, ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യയശാസ്ത്രം, ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും പ്രത്യയശാസ്ത്രം പറയുന്നു സത്യമാണ് ഏറ്റവും പ്രധാനം എന്നാണ്. എന്നാൽ ഭാഗവത് പറയുന്നു സത്യത്തിൽ കാര്യമില്ല, അധികാരമാണ് ആവശ്യം എന്നാണ്. सत्य और असत्य के बीच में लड़ाई हो रही है, और मैं आपको इस स्टेज से गारंटी देके कहता हूं, आप देखना, हम सत्य को लेकर, सत्य के पीछे खड़े होकर नरेंद्र मोदी और अमित शाह को, RSS की सरकार को हिंदुस्तान से हटाएंगे। സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണിത്. ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ നിന്ന് ഉറപ്പ് നൽകുന്നു. നിങ്ങൾ കണ്ടോളൂ, നമ്മൾ സത്യത്തെ മുൻനിർത്തി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും RSS സർക്കാരിനെയും ഹിന്ദുസ്ഥാനിൽ നിന്ന് നീക്കം ചെയ്യും. അവർക്ക് അധികാരമുണ്ട്. അവർ വോട്ട് മോഷ്ടിക്കുന്നു. ഇലക്ഷൻ കമ്മീഷണർമാർക്ക് വേണ്ടി നരേന്ദ്രമോദി നിയമം മാറ്റി, പുതിയ നിയമം കൊണ്ടുവന്നു. ഇലക്ഷൻ കമ്മീഷണർമാർ എന്തു ചെയ്താലും അവരുടെ പേരിൽ നടപടിയെടുക്കില്ല.
ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോട് പറയുന്നു, നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഹിന്ദുസ്ഥാന്റെ ഇലക്ഷൻ കമ്മീഷണർമാരാണ്, നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ കമ്മീഷണർമാരല്ല. നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം ഞങ്ങൾ മാറ്റും, നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കും. ബ്രസീലുകാരിയായ സ്ത്രീ 22 തവണ ഹരിയാനയിലെ വോട്ടിംഗ് ലിസ്റ്റിൽ കാണപ്പെട്ടു. ഒരു പോളിംഗ് ബൂത്തിൽ ഒരു സ്ത്രീ 200 തവണ വോട്ട് ചെയ്യുന്നു. BJP നേതാക്കന്മാർ UP-യിൽ നിന്ന് ഹരിയാനയിൽ പോയി വോട്ട് ചെയ്യുന്നു. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോട് ചോദിച്ചു, ഒന്നിനും മറുപടി നൽകിയിട്ടില്ല. പാർലമെന്റ് ഹൗസിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിറയ്ക്കുന്ന കൈകളോടെ അമിത്ഷാജി വിശദീകരിച്ചു. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വെല്ലുവിളിച്ചു, വരൂ പാർലമെന്റിൽ എൻ്റെ പത്രസമ്മേളനങ്ങളെക്കുറിച്ച് നമുക്ക് സംവാദം നടത്താം, ആരാണ് സത്യം പറയുന്നതെന്ന് രാജ്യത്തിന് കാണിച്ചു കൊടുക്കാം. हाथ देखा अमित शाह का, हाथ देखा कांपते हुए ऐसे देखा, क्यों हाथ क्यों कांप रहा था मैं बताता हूं. क्योंकि ये बहादुर जब ही हैं जब इनके हाथ में सत्ता है. जैसे ही इनके साथ से सत्ता निकलेगी आप देखना इनकी बहादुरी कहां जाएगी. നിങ്ങൾ കണ്ടോ, നിങ്ങൾ അമിത്ഷായെ കണ്ടോ, അമിത്ഷായുടെ കൈ ശ്രദ്ധിച്ചു, കൈ കണ്ടോ, വിറയ്ക്കുന്നത് കണ്ടോ? കൈകൾ എന്തിനാണ് വിറച്ചത്? ഞാൻ പറയാം. കാരണം അവർക്ക് അധികാരമുള്ളപ്പോൾ മാത്രമേ ധൈര്യമുള്ളൂ. അധികാരം അവരുടെ കൈകളിൽ നിന്ന് പോകുമ്പോൾ അവരുടെ ധൈര്യം എവിടെ പോകുമെന്ന് നിങ്ങൾ കാണുക. 2-3 കോടീശ്വരന്മാർക്ക് വേണ്ടിയാണ് BJP പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വോട്ടുകള്ളൻ എന്ന മുദ്രാവാക്യം മുഴങ്ങുന്നുണ്ട്. ഇത് രാജ്യത്തിന്റെ സത്യമാണ്. 6 വയസ്സുള്ള കുട്ടിയും 90 വയസ്സുള്ള വൃദ്ധനും എല്ലാവർക്കും എല്ലാം അറിയാം. നരേന്ദ്രമോദിയും അമിത്ഷായും വോട്ട് മോഷ്ടിച്ചാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ സമയമെടുക്കും, പക്ഷേ ഹിന്ദുസ്ഥാനിൽ സത്യം വിജയിക്കും. അമിത്ഷായും മോദിയും എത്ര പ്രസംഗങ്ങൾ വേണമെങ്കിലും ചെയ്തോളൂ, അവസാനം ഈ രാജ്യത്ത് സത്യം വിജയിക്കുക തന്നെ ചെയ്യും. മഹാത്മാഗാന്ധി നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ നടക്കും. വിദ്വേഷം കൊണ്ടല്ല, അക്രമം കൊണ്ടല്ല, സത്യവും അഹിംസയും കൊണ്ട് ഞങ്ങൾ നരേന്ദ്രമോദിയും അമിത്ഷായെയും തോൽപ്പിച്ചു കാണിക്കും. ഇങ്ങനെയായിരുന്നു രാഹുലിന്റെ തീപ്പൊരി പ്രസംഗം. ഏറ്റവും അവസാനം സംസാരിച്ച മല്ലികാർജുൻ ഖാർഗെ BJPക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് എന്തു വന്നാലും, ED വന്നാലും CBI വന്നാലും പിന്മാറരുത് എന്നാണ് ആഹ്വാനം ചെയ്തത്. चंद लोग ऐसे होते हैं, कुछ ED का आया मैं क्या करूं, कुछ CBI का आया मैं क्या करूं. और अरे इतने छोटी सी चीज को अगर आप डरते हो तो आप जान देने की बात करते हो कभी कभी पार्टी के लिए. तो मैं बोलूंगा कि ये बात आपसे मन से निकालो, धैर्य रखो. ചില ആളുകളുണ്ട്, ED വന്നു ഞാൻ എന്ത് ചെയ്യും, CBI വന്നു ഞാൻ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും ചെറിയ കാര്യത്തെ നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത് എന്തിനാണ്? എനിക്ക് പറയാനുള്ളത്, ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക, ക്ഷമയോടെ ഇരിക്കുക. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കും. ഇന്ന് മോദി എല്ലാ സ്ഥലത്തും വിജയത്തിന്റെ വലിയ പ്രസംഗം നടത്തുന്നു. നമ്മൾ പലയിടത്തും തോറ്റു, പക്ഷേ നമ്മൾ തോറ്റാലും നമ്മുടെ പാർട്ടി, നമ്മുടെ പ്രത്യയശാസ്ത്രം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. മോദി ഒരു തവണ തോറ്റാൽ അദ്ദേഹത്തിന്റെ ഒരു അടയാളവും അവശേഷിക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഒരിടത്തും കാണില്ല. നമ്മൾ 10 തവണ തോറ്റു, 2 തവണ തോറ്റു, 5 തവണ തോറ്റു, നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പോരാടാൻ തയ്യാറാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ശക്തരാകൂ, തയ്യാറെടുക്കൂ, നിരാശരാകരുത് എന്നാണ് ഖാർഗെ അണികളോട് ആഹ്വാനം ചെയ്തത്. രാംലീല മൈതാനിയിൽ കണ്ട മറ്റൊരു ശക്തമായ പ്രസംഗം അത് ഗൗരവ് ഗഗോയിയുടേത് ആയിരുന്നു. भाजपा सरकार समझती थी कि वंदे मातरम के ऊपर भाषण होते हुए वो कांग्रेस पार्टी की छवि को धूमिल करेगी, लेकिन हमने देखा कि किस प्रकार से जब हमारी नेत्री प्रियंका गांधी जी जब सदन में खड़े होकर कांग्रेस पार्टी की इतिहास हमने जब भाजपा को सुनाई तो भाजपा का मुंह बंद हो गया. വന്ദേ മാതരത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താമെന്നാണ് BJP വിചാരിച്ചത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം BJPക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ വായ അടഞ്ഞുപോയി. രാഹുൽ ഗാന്ധി കണ്ണിൽ നോക്കി അമിത്ഷായെ വെല്ലുവിളിച്ചു. ഇത് കേട്ട് അമിത്ഷാജി പരിഭ്രമിച്ചുപോയി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ കിട്ടുമെന്ന് അവരുടെ സ്വപ്നം പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ, ജനങ്ങൾ എതിരാണ് എന്ന് കണ്ടപ്പോൾ അവർ വോട്ട് മോഷണം തുടങ്ങി. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ഹരിയാനയിൽ തോൽക്കുമെന്ന് അവർക്കറിയാമായിരുന്നു, അവർ മഹാരാഷ്ട്രയിൽ തോൽക്കുമെന്ന് അറിയാമായിരുന്നു, ബീഹാറിൽ തോൽക്കുമെന്നും അവർക്കറിയാമായിരുന്നു. അതോടെ അവരുടെ കേന്ദ്ര സർക്കാർ ഇല്ലാതാകും. അതുകൊണ്ടാണ് വോട്ട് മോഷണം നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ തോറ്റത് കൊണ്ട് കോൺഗ്രസ് പാർട്ടി ദുർബലമായി എന്ന് കരുതരുത് എന്നാണ് ഗൗരവ് ഗഗോയി അവസാനമായി പറഞ്ഞ്
ഈ പ്രസംഗം അവസാനിപ്പിച്ചത്. വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് സ്വയം മറന്നുപോയോ എന്ന ചോദ്യത്തിന് മറുപടി കൂടിയായിരുന്നു രാംലീല മൈതാനത്തെ വലിയ റാലി. വോട്ട് മോഷണത്തിനെതിരെ 5 കോടി ആളുകളുടെ ഒപ്പുകൾ കോൺഗ്രസ് പാർട്ടി ശേഖരിച്ചിരുന്നു. ഈ ഒപ്പുകളിട്ട പേപ്പറുകൾ ചാക്കുകളിൽ കെട്ടി സ്റ്റേജിന് മുന്നിൽ വെച്ചായിരുന്നു നേതാക്കൾ പ്രസംഗിച്ചത്. എന്തായാലും വോട്ട് ചോരി എന്ന വിഷയം ഉയർത്തിയും ബാലറ്റ് പേപ്പർ എന്ന ആവശ്യം ഉയർത്തിയും കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് നേതാക്കളുടെ പ്രസംഗങ്ങളിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ഈ റാലിക്കോ നേതാക്കളുടെ പ്രസംഗങ്ങൾക്കോ വേണ്ട രീതിയിൽ പ്രാധാന്യം നൽകാൻ പതിവ് പോലെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ കിട്ടാനായി കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.